പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അങ്ങയുടെ തിരുസ്ഥാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന മക്കള്, ദൂരസ്ഥലത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മക്കള്, കോളേജിലും സ്കൂളുകളിലുമൊക്കെ പഠിക്കാനും ഒക്കെ പോയിരിക്കുന്ന മക്കള്, കർത്താവ് എല്ലാ മക്കളെയും അവിടുന്ന് പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസ്ഥാനത്തിലേക്ക് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അങ്ങ് ഇടപെട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യം, സന്തോഷം, കൃപ, സമാധാനം, സ്നേഹം, പരീക്ഷയിൽ വിജയം, എല്ലാത്തിലും സംരക്ഷണം, വിശുദ്ധി എല്ലാം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കളാരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ശക്തമായ കൃപ ആകട്ടെ, ജീവനാകട്ടെ, സഹായമാകട്ടെ, സംരക്ഷണമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ നിരന്തരം പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ മക്കള് ദൂരസ്ഥലത്തേക്ക് അല്ലെങ്കിൽ പഠിക്കാനും വിദേശത്തൊക്കെ പോകുമ്പോൾ ഒത്തിരിയേറെ ഉപദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് എന്ത് തിരഞ്ഞെടുക്കണം, അത് മക്കൾക്ക് ശരിക്കും അറിയണം. അതിനനുസരിച്ച് അതിന് വില കൊടുക്കണം. കാരണം ഭയങ്കര പ്രഷറാണ്. ഇന്ന് നമ്മൾ കാണുന്ന തിരുവചനം സുഭാഷിതരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തില് കർത്താവ് തന്നെ മക്കളോട് പറയാണ്, മക്കളെ, എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. പറയാ, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. പറയാ, എന്റെ ഉപദേശം, എന്റെ വചനം മുറുകെ പിടിക്കും, അത് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കണം, കാരണം അത് നിങ്ങളുടെ ജീവനാണ്. നിയമാവർത്തന പുസ്തകത്തില് 32-ാം അധ്യായത്തില് മോശ ഇസ്രായേൽ ജനത്തോട് വിടവാങ്ങിക്കൊണ്ട് സംസാരിച്ചതിന് ശേഷം പ്രമാണങ്ങളൊക്കെ ഒരിക്കൽ കൂടി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. പറയുന്നതിന് അവസാനം പറയാം, നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുന്നതിന് അവരോട് പകർന്നു കൊടുക്കാൻ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിക്കണം, സൂക്ഷിക്കണം. പോരാ, അത് മക്കൾക്ക് പകർന്നു കൊടുക്കണം. എന്നിട്ട് പറയാ, ഇത് നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. ഈ ഉപദേശം, ദൈവത്തിന്റെ വചനം, ഈ ഗുണദോഷിക്കല്, ദൈവം പറഞ്ഞ കാര്യങ്ങള് നിസ്സാരമല്ല, അത് നമ്മുടെ ജീവനാണ്. അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കണം. അവിടുത്തെ ഉപദേശം മുറുകെ പിടിക്കണം, കൈവിടരുത്, കാത്തു സൂക്ഷിക്കണം. ഇത് നമ്മുടെ മക്കളെ വലിയ ഉത്തരവാദിത്തം. എവിടെ പോയാലും ഉപദേശം മുറുകെ പിടിക്കണം, കൈവിടരുത്, കാത്തു സൂക്ഷിക്കണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളും പൗരോഹിത്യത്തില്, കുടുംബജീവിതത്തില്, ക്രൈസ്തവ ജീവിതത്തില്, ജോലിയില്, ബിസിനസ്സില്, പഠനത്തില്, സ്വഭാവത്തില്, വ്യക്തിബന്ധത്തില്, എന്തിലും ഏതിലും നമ്മൾ ഈ 3 കാര്യങ്ങൾ മുറുകെ പിടിക്കും. ഒന്ന്, കർത്താവിന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, കാത്തു സൂക്ഷിക്കുക, അത് നമ്മുടെ ജീവനാണ്. അതുകൊണ്ട് നമുക്കൊരു അടിസ്ഥാനമുണ്ട്, നമുക്കൊരു ധാർമ്മികതയുണ്ട്, നമുക്കൊരു വചനത്തിന്റെ അടിസ്ഥാനമുണ്ട്, ദൈവത്തിന്റെ ഉപദേശമുണ്ട്, ഉദാശ ജീവിതമുണ്ട്. അത് മുറുകെ പിടിക്കും. വേറെ ആര് പറഞ്ഞാലും അത് കൈവിടില്ല, അത് കാത്തു സൂക്ഷിക്കും. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കൂദാശ, ക്രൈസ്തവ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അടിസ്ഥാനങ്ങള്, കൽപ്പനകള്, പ്രമാണങ്ങള്, ഉപദേശങ്ങള് മുറുകെ പിടിക്കുക, കാത്തു സൂക്ഷിക്കുക, കൈവിടാതിരിക്കുക. ഈ അഭിഷേകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. മക്കൾ എവിടെ പോയാലും അവരെ ദൈവം സംരക്ഷിക്കും. ദൈവത്തിന് വേണ്ടി നിലപാടെടുത്താൽ, ദൈവികമായ ഉപദേശങ്ങൾക്ക്, വചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ, പിന്നെ കർത്താവ് എല്ലാത്തിനും മക്കളെ സംരക്ഷിക്കും. അതിനാൽ തന്നെ നമ്മുടെ മക്കൾ എവിടെ പോയാലും വഴിതെറ്റി പോകില്ല, ഡ്രഗ് അഡിക്റ്റ് ആവില്ല, ഒത്തുകൂടി പോകത്തില്ല, പഠിക്കാതെ പോകത്തില്ല. ദൈവം അതിനാൽ തന്നെ മക്കളെ ഉയർത്തും, അനുഗ്രഹിക്കും. സ്വഭാവത്തില്, വിശുദ്ധിയില്, പഠനത്തില്, ജോലിയില്, എല്ലാ കാര്യത്തിലും ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, വലിയ ദാഹത്തോടെ, തീഷ്ണതയോടെ ഇവ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലാണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണ്ടേ. ദൈവത്തോട് ചേർന്ന്
ദൈവിക ഉപദേശങ്ങൾ മുറുകെ പിടിച്ച് ഉദാസിക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിക്കപ്പെട്ട് ജീവിക്കാൻ നമ്മുടെ മക്കൾക്കും നമുക്കും ഇടയാകണം. അതുണ്ടെങ്കിൽ നമുക്കെല്ലാം അതിലൂടെ ലഭിക്കും മക്കളെ. അതുകൊണ്ട് നമ്മളിത് കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോകാതെ ആത്യന്തികമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൽ ഉറപ്പിക്കലാണ്. ആ ഉറപ്പിക്കപ്പെട്ടത് ഒരിക്കലും നശിച്ചു പോകത്തില്ല. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. 2 കൺവെൻഷൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വികാരന്റെ യാത്രയ്ക്കുള്ള വാഹനം ഏറ്റവും അടുത്തൊരുക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണേ. നല്ല ശുശ്രൂഷയ്ക്ക് അഭിഷേകവും ആരോഗ്യവും ശക്തിയും ധൈര്യവും ഉന്നതമായ ദൈവത്തിന്റെ സഹായവും മറ്റെല്ലാ ക്രമീകരണങ്ങളൊക്കെ ലഭിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളെയും അച്ഛനോടൊപ്പം ശുശ്രൂഷയിലെ അച്ഛനെ വിളിക്കുകയാണ്. കാരണം ധ്യാന കേന്ദ്രത്തിലേക്ക് വരിക, ശുശ്രൂഷയിൽ കൂടുക, ദിവികാരന്റെ യാത്രകളിൽ പങ്കുചേരുക, 2 കൺവെൻഷനിൽ വരിക, നിത്യാരാധന വരിക. ഇടയ്ക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക. പ്രാർത്ഥനയിലൂടെ, സാന്നിധ്യത്തിലൂടെ, സാമ്പത്തികതയിലൂടെ ഒക്കെ നമുക്ക് ശുശ്രൂഷയെ സഹായിക്കാനും ഒരുമിച്ച് നിൽക്കാനും നമുക്കിടയാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് വേണ്ടി നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാന സന്നദ്ധയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ മക്കളെ ഏറ്റവും സ്നേഹത്തോടെ അങ്ങേ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ മക്കളെയും വലിയ കൂട്ടായ്മയിൽ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളോടുള്ള വേദനകള്, നൊമ്പരങ്ങള്, സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളിലും അവസ്ഥകളിലും ഇടപെടണമേ. അവരുടെ പഠനം, പരീക്ഷ, വിജയം, അവരുടെ ഭാവിയിലുള്ള പഠനങ്ങള്, ഉപരിപഠനം, എൻട്രൻസ് ടെസ്റ്റുകള്, അവിടെ ജോലി, എല്ലാ മേഖലകളിലും ഈശോയെ അവിടെ അതിശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മക്കളുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുസന്നിധിയില് ഒരുമയോടെ കരമുയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങയുടെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവരായിട്ട് ഞങ്ങളുടെ മക്കൾ മാറട്ടെ. അങ്ങയുടെ വഴിയിൽ നിന്ന് ചരിക്കാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒത്തിരി ഉപദേശങ്ങൾ വരും, മുട്ടുകെട്ടുകൾ വരും, പ്രലോഭനങ്ങൾ വരും. ലോകത്തിന്റെ ഉപദേശം സിനിമയിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ നിന്ന്, പല മേഖലയിൽ നിന്നും പല ഉപദേശങ്ങൾ വരുമ്പോ കർത്താവേ, അങ്ങയുടെ ഉപദേശത്തെ മുറുകെ പിടിച്ച്, അങ്ങയുടെ കൽപ്പനകളെ അങ്ങയെ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള കൃപ, അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. തെറ്റായ ഉപദേശങ്ങളിൽ പെട്ടുപോകാതെ ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉന്നതമായ അഭിഷേകത്തിനായിട്ട്, കൃപാവരത്തിനായിട്ട്, ദൈവിക ജ്ഞാനം, വകതിരിവ്, വിവേകം, പക്വത, നല്ല തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ എല്ലാ മക്കളെയും കർത്താവിന്റെ ഈ വലിയ അഭിഷേകത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുത്ത് കർത്താവിന്റെ ഉപദേശത്തെ മുറുകെ പിടിച്ച് മറ്റുപദേശങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ധീരതയോടെ ശക്തിയുക്തം തിരഞ്ഞെടുത്ത് നിലപാടെടുത്ത് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. കർത്താവെ, അങ്ങയുടെ ഉപദേശത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളാരും വേർപിരിഞ്ഞു പോകാൻ ഇടയാക്കരുതേ. വലിയ പ്രാർത്ഥനയോടെ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ. അങ്ങയുടെ ഉപദേശത്തെ മുറുകെ പിടിക്കട്ടെ. അതിനുവേണ്ടിയും മരിക്കേണ്ടി വന്നാലും രക്തസാക്ഷികളെ പോലെ, ശുദ്ധരെ പോലെ അങ്ങയുടെ വചനം വിട്ട്, ഉപദേശം വിട്ട് അകന്നു പോകാതെ ധീരതയോടെ കരുത്തോടെ ജീവിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങേക്ക് സാക്ഷികളായി തീരട്ടെ. അങ്ങയുടെ മഹത്വമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിന്റെ ശക്തി പ്രകടമാക്കുന്നവരായി തീരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഒരു ശക്തി ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും പഠനത്തിലും ഭാവിയിലും സാമ്പത്തിക മേഖലയിലും കരുത്തിലും സ്വഭാവത്തിലും ഒക്കെ നിറയപ്പെടട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം മക്കളെ.
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, എല്ലാ കൃപകൾ നൽകി, വരങ്ങൾ ചൊരിഞ്ഞ് ശക്തി നൽകി ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ ഉപദേശത്തെ മുറുകെ പിടിച്ച് അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിലൂടെ ഞങ്ങളുടെ മക്കളെ ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് ആ ശക്തിക്കായി പ്രാർത്ഥിക്കും. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ മഹത്വമായി തീരട്ടെ, അങ്ങയുടെ ജീവിതം ജീവിക്കുന്നവരായി തീരട്ടെ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അങ്ങയെ സ്നേഹിക്കട്ടെ, അങ്ങയെ സേവിക്കട്ടെ, അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ആമേൻ.